മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട കൊലപാതകമുണ്ടല്ലോ, അതിഥി തൊഴിലാളിയെ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 10 പേര് ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പെൺസുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴായിരുന്നു ഈ ആൾക്കൂട്ട മർദ്ദനമുണ്ടായത്. കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അരുണാചൽ സ്വദേശിയായ ഒരു യുവാവാണ് കൊല്ലപ്പെട്ടത്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകണം. അലി അക്ബർ ഷാ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, വെരി ഗുഡ് മോർണിംഗ്. ഒരു ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ വാർത്തയാണ് നമ്മൾ കേട്ടത്. കൊല്ലപ്പെട്ടത് അതിഥി തൊഴിലാളിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ വെച്ച് ഇങ്ങനെയൊരു ദുര്യോഗം അയാൾക്കുണ്ടായി. എന്ത് സാഹചര്യത്തിലാണ് ഈ ആളുകൾ ഇയാളെ കെട്ടിയിടാനും മർദ്ദിക്കാനും ഒക്കെ ഇടയാക്കിയത്? ഈ 10 പേരും കുറ്റം സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ആരൊക്കെയാണ് പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത്? പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അലി അക്ബർ ഷാ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് വാളകത്താണ്. ഒട്ടും ശുഭകരമായ വാർത്തയല്ല രാവിലെ തന്നെ പങ്കുവെക്കാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസിനെ 10 പേർ ചേർന്ന് കൂട്ടം കൂടി തല്ലി അതിനെ തുടർന്ന് അശോക് ദാസ് മരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തൂണിലാണ് അശോക് ദാസിനെ കെട്ടിയിട്ടു എന്ന് പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അശോക് ദാസിനോടൊപ്പം ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പെൺസുഹൃത്തിനെ കാണാനായി അശോക് ദാസ് അവരുടെ വീട്ടിലെത്തുന്നു. ഈ രാത്രി പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ്, അല്ലെങ്കിൽ എന്തിന് പെൺസുഹൃത്തിന്റെ വീട്ടിൽ രാത്രിയിൽ എത്തി എന്ന് ചോദ്യം ചെയ്തുകൊണ്ടുള്ള മർദ്ദനമാണ് അശോക് ദാസിന്റെ മരണത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഈ ആളുകളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഈ അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെയുള്ള ആളുകളോട് കാര്യം ചോദിക്കാം. ചേട്ടാ, എന്തായിരുന്നു സംഭവിച്ചത്? സമയം 9:30 ആയിട്ടുണ്ട്. എൻ്റെ മോൻ ജിമ്മിൽ പോകാൻ ഇറങ്ങി ഇവിടെ നിന്ന സമയത്ത് അവൻ്റെ 2 കൂട്ടുകാർ വന്നു. അപ്പോൾ അവരിങ്ങനെ വർത്താനം പറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആൾ ഇവിടെ നിൽക്കുന്നു, ചോരയെ കുളിച്ചപ്പോൾ നീ എന്തിനാടാ ഇവിടെ വന്നേന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഈ പറഞ്ഞു, ഞാൻ അവിടെ പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് എങ്ങനെ ഈ ചോര വന്നേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാലത്ത് ആക്സിഡൻറ്റ് ഉണ്ടായതാന്ന് പറഞ്ഞു. അപ്പോൾ കാലത്ത് ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഇതുപോലെ ചോര വരുമോ, നീ എന്തി ആശുപത്രിയിൽ പാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവൻ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചു, അത് അറിയിക്കാൻ വന്നതാണ് എന്നൊക്കെ വരും. അപ്പോൾ ഈ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഭക്ഷണം എടുത്തപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഈ കൊച്ചുങ്ങൾ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവൻ ഇങ്ങനെ പലതുമാണ് പറയണത്, പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് അവൻ പറയണത്. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നത്. അപ്പോൾ നിൻ്റെ നാട് എവിടെയാണെന്ന് ചോദിച്ചു. അരുണാചൽ പ്രദേശാണ്. അപ്പോൾ അവർ ഈ കൊച്ചുങ്ങൾ പറഞ്ഞു, ഇത്രയും ബ്ലഡ് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോലീസിൽ അറിയിക്കാൻ വന്നിട്ട് നീ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നടക്കല്ലേൽ ഇരുത്തി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാതെ അവൻ ഒറ്റ ഓട്ടം കൊടുത്തു. പുറവശത്തേക്കടെ ഒറ്റ ഓട്ടം കൊടുത്തു. അപ്പോഴത്തേക്ക് ഇവിടെ ആളുകൾ ഇതിലെ വൈകുന്നേരം ആകുമ്പോൾ ആളുകൾ ഒത്തിരി പോണവരാണ്. അവരെല്ലാവരും ഇവിടെ തടിച്ചുകൂടി. ഇവൻ ഓടിയെന്ന് പറഞ്ഞോടുകൂടി ആളുകളും ഇതിലെ ഓടി. അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ടതും ഇവിടെ വന്നപ്പോൾ ഒരു മർദ്ദനവും ഒന്നും ഏറ്റിട്ടില്ല. ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. പിന്നെ പോലീസ് 9:30 വിളിച്ചിട്ടും വരാതെ അപ്പോൾ പിന്നെയും പോലീസിനെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ പോലീസ് ഒരു 10:30 ആയി ഉണ്ടാവും അവർ പോലീസ് വന്നപ്പോൾ. കെട്ടിയിട്ടത് നാട്ടുകാരാണ്. ആ നാട്ടുകാർ ഇപ്പം ആരെ കെട്ടിയ നമ്മൾ ജനം കണ്ടമാനായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടില്ല ആരെ കെട്ടിയിട്ടേന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയിലും നെഞ്ചിലും ഏറ്റ മർദ്ദനമാണ് മരണകാരണം എന്നാണ്. അങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇവിടെ വെച്ചുള്ള മർദ്ദനങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇവൻ അത്രയും പൊക്കത്തിലുള്ള മതിലാണ് ഇങ്ങോട്ട് ചാടിയത്. ഈ അമ്പലത്തിൽ കൂടി അവൻ ഓടിയത്. അവിടെ ചെരുപ്പും ചോരയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഈ മതിൽ ചാടിയാണ് അവൻ ഇവിടെ വന്നതായിരിക്കണം. ഈ പെൺസുഹൃത്തിന്റെ വീട്ടിൽ പോയതാണെന്ന് തന്നെയാണോ അശോക് ദാസ് പറഞ്ഞത്? അവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിന്നാ പറഞ്ഞത്. അതപ്പോൾ ഈ പെൺപിള്ളേര് അപ്പോൾ വീട്ടുടമ വന്നു. അപ്പോഴത്തേക്കും അപ്പോൾ പെൺപിള്ളേർ റോട്ടിൽ നിൽക്കാണ്. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾ ഇവനറിയോന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് കേൾക്കണത്, നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയണേ. ഈ പെൺകുട്ടികൾ, ഈ വാടകയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാ, ഇവൻ എൻ്റെ ഫ്രണ്ടാന്ന് പെൺകുട്ടി തന്നെ പറഞ്ഞു. അപ്പൊ ഇത് എന്തിനാ നീ ഫ്രണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ ഹിന്ദിക്കാരൻ നിന്റെ ഫ്രണ്ടായ എങ്ങനെയാന്ന് ഈ നാട്ടുകാർ വന്നവര് ചോദിച്ചു. അപ്പൊ ഇവള് അതിന് ഉത്തരവില്ല, ഇവളൊന്നും മിണ്ടണില്ല. ആ ഒരു പെൺകൊച്ച് കരയാണ്.
മറ്റേ പെൺകൊച്ച് ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പോലീസ് വന്നതിന് ശേഷം ഇവള് പോലീസിനോട് പറഞ്ഞു, സാറിനോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് ആ കുട്ടിയും കൂടിയും ഈ ഭാഗത്തേക്ക് കിണറിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് പോലീസ് ഇവിടെ വന്ന ആൾക്കാരോടൊക്കെ ഓരോന്ന് ചോദിക്കുക ഇതൊക്കെ ചെയ്തു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇവരുടെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ എന്തോ ഗ്ലാസ് ചില്ല്, ഷോക്കേസിൻ്റെ ഒക്കെ ചില്ല് പൊട്ടി കിടക്കേണ്ട പിള്ളേർ വീഡിയോ ഈ ഫോട്ടോ എടുത്ത് കാണിച്ചു. ചില്ലൊക്കെ പൊട്ടി കിടക്കേണ്ട, അവിടെ ബ്ലഡും കിടക്കണുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അറസ്റ്റിലായിരിക്കുന്ന 10 പേര് ഇവിടെ ഉള്ളവരാണോ? അവരൊക്കെയാണ് നമ്മുടെ ചുറ്റുപറ്റുള്ള ഞങ്ങളുടെ ബന്ധുക്കളാണ്. എൻ്റെ മോൻ ഇവിടെ നിന്ന് എൻ്റെ മോനൊക്കെ ഇപ്പോൾ അറസ്റ്റിലായേക്കണത്. പോലീസുകാർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുപോയതാണ്. 4:45 വന്ന് വിളിച്ചു. വന്നിട്ട് പറഞ്ഞു മോൻ ഇവിടെ ഉണ്ടായതല്ലേ, മോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, 3/4 മണിക്കൂർ നേരം കഴിയുമ്പോൾ വിട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോയതാണ്. ഇപ്പം ഞങ്ങൾ കേൾക്കണു അറസ്റ്റ് ചെയ്തു എന്ന്. അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാണ്. ഇത് എന്ത് ന്യായമാണിത്? നമ്മൾ എൻ്റെ കൊച്ചെൻ്റെ വീട്ടിൽ നിന്ന കൊച്ചാണ്. ഇപ്പം ആ കൊച്ചൊക്കെയാണ് പ്രതിയായേക്കണത്. ഇവർ ആരും അറിയില്ല. ഞങ്ങളിത് ഈ പെൺപിള്ളേർ എവിടെയുള്ളതാണെന്നോ ഈ ആള് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ്. പെൺകുട്ടികൾ രാത്രിക്ക് ഇതിൽ നടക്കണമെന്ന് പോണത് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഈ പിള്ളേരോട് ഞങ്ങൾ ഇവരാരാ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പം വന്നപ്പോൾ എൻ്റെ കൊച്ചും ഇവിടെ ആ ചേച്ചി പോയ ആ ചേച്ചിയുടെ കൊച്ചൊക്കെയാണ് പ്രതി അയക്കണം. അവരെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി പോലീസിൻ്റെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് വിടില്ല, എൻ്റെ മോനെ ഇറക്കി വിടണം. ആ ചേച്ചി മാനസികമായിട്ടുള്ള ഒരു രോഗമുള്ള ചേച്ചിയാണ്. ആ ചേച്ചി നിന്നിട്ട് ആ ചേച്ചിനെ പിടിച്ചു മാറ്റി ഞങ്ങളോട് അവനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കൊണ്ടുപോയിട്ട് 3/4 മണിക്കൂർ കഴിയുമ്പോൾ വിടാമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഇന്നലെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് വിടാൻ പറ്റില്ല, നാളെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം കേൾക്കണു അത് അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് പത്രത്തിൽ കാണുന്നു. ഞങ്ങൾക്കറിയില്ല സാർ, ഞങ്ങൾ നീതിക്ക് വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ നിന്ന് കൊച്ചുങ്ങളെയൊക്കെയാണ് ഈ കൊണ്ടുപോയേക്കണത്, പ്രതിയായിട്ട് ബാക്കിയേക്കണത്. ഇനിയിപ്പോൾ ഞങ്ങളിനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അച്ഛനും അമ്മയും രോഗികളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഈ കൊച്ചിനിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയായിട്ട് ഇനി എൻ്റെ ഭാവി എന്താവും, അത് പഠിക്കാൻ ഇപ്പം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു കമ്പനിയിൽ ട്രെയിനിങ് ഈ മാസം കൊണ്ട് തീർന്നു. അടുത്ത ഒരു ഡിപ്ലോമ കോഴ്സിന് ചെയ്യാനായിരിക്കുന്നു. അരുൺകുമാർ, ഇതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അതായത് അശോക് ദാസ് ഇവിടെ എത്തുമ്പോൾ കയ്യിൽ രക്തക്കറ ഉണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് നാട്ടുകാർ ആദ്യം അശോക് ദാസിനോട് സംസാരിച്ചു തുടങ്ങിയത് എന്നാണ് ഇവിടെ നിന്നുമുള്ള ആളുകൾ പറയുന്നത്. അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് ചേർന്നുള്ള വീട്ടിലെ ആളുകളുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആ വീട്ടിലെ മകനെയും, ഇപ്പോൾ സംസാരിച്ച അമ്മയുടെ മകനെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പെൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ വഴി ഇതുവഴിയാണ് അശോക് ദാസ് വന്നു എന്ന് പറയപ്പെടുന്നത്. ഇതുവഴി ഇറങ്ങി ഓടി വരുമ്പോഴാണ് ഈ പ്രദേശത്ത് നിന്നും നാട്ടുകാർ അശോക് ദാസിനെ പിടികൂടുകയും ഇപ്പോൾ നമ്മൾ കണ്ട അപ്പുറത്തെ ആ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നത്. പക്ഷെ നാട്ടുകാർ ഇതിനെ എതിർക്കുകയാണ്. ഈ പ്രദേശത്തു നിന്നും അത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴും അവർ ആവർത്തിക്കുന്നത്. അതേസമയം മർദ്ദനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് തലയിലും നെഞ്ചിലും ഏറ്റ മർദ്ദനവും തലയിലേറ്റ മുറിവും ഇതാണ് മരണകാരണമായിട്ടുള്ളത് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അശോക് ദാസ് അരുണാചൽ സ്വദേശിയാണ്. അശോക് ദാസിന്റെ കുടുംബാംഗങ്ങൾ ഇന്ന് നാട്ടിലേക്ക് എത്തും, കേരളത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ജനറൽ ആശുപത്രിയിൽ അശോക് ദാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും പോലീസ് എത്തിയാണ് അശോക് ദാസിനെ ആദ്യഘട്ടത്തിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പിന്നീട് കോലഞ്ചേരി ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ, വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്ന ഘട്ടത്തിലാണ് അശോക് ദാസ് മരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് മർദ്ദനം നടന്നിട്ടുണ്ട് എന്ന്. പക്ഷേ അതേസമയം മർദ്ദനം എവിടെ നിന്ന് നടന്നു എന്ന കാര്യത്തിൽ ഇനിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ നാട്ടുകാർ ഇവിടെ അശോക് ദാസിനെ കൂട്ടം ചേർന്ന് കെട്ടിയിട്ടു എന്ന കാര്യം ഇപ്പോൾ സംസാരിച്ച അയൽവാസി തന്നെ, ഈ പ്രദേശവാസി തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അരുൺകുമാർ.